അപ്പൊ ഒരു പുരുഷൻ അല്ലാഹു തആല സ്വർഗം നൽകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താക്കോൽ നമ്മുടെ മാതാപിതാക്കളുടെ കൈകളിലാണ്. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തിയാലേ ഒരു പുരുഷൻ അല്ലാഹു സ്വർഗം നൽകാൻ പോകുന്നുള്ളൂ. കാരണം റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. നമ്മളെ തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുന്നത് അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, 5 നേരം പള്ളിയിലേക്ക് പോകുന്നത് മാതാപിതാക്കളുടെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി പള്ളിയുടെ മുസല്ലയിലല്ല, മെഹ്റാബിലല്ല, തസ്ബീഹ് മാലയിലല്ല. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ച്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തി നിന്റെ കയ്യിലുള്ള തസ്ബീഹ് മാല അള്ളാഹുവിന് വേണ്ട. നീ പള്ളിയിലിരുന്ന് മെഹ്റാബിലിരുന്ന് സുജൂദിൽ കിടക്കുന്നത് അള്ളാഹുവിന് വേണ്ട. രാത്രി ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലും അല്ലാഹുവിന് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടായാൽ മാത്രമേ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടാകുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി നമ്മുടെ മാതാപിതാക്കളുടെ സമീപത്ത് പോയിട്ട് അവരോട് ചോദിക്കുക, എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ? വല്ല കടപ്പാടും നിങ്ങളോട് ചെയ്യാൻ ബാക്കിയുണ്ടോ? അങ്ങനെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ. വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ദേഷ്യം അത് മാതാപിതാക്കളുടെ കോപത്തിലാണ്, മാതാപിതാക്കളുടെ ദേഷ്യത്തിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് വലുത് അവന്റെ മാതാപിതാക്കളാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലുത് അവളുടെ ഭർത്താവാണ്, അവളുടെ മാതാപിതാക്കളല്ല. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എണ്ണിയ ഒരു കാര്യമുണ്ട്. ആരാണ് സ്വന്തം ഭാര്യയുടെ തലയണ മന്ത്രം കേൾക്കുന്ന ആളുകൾ? ഭാര്യയെ അനുസരിക്കുന്നു. ഉമ്മയോട് മോശമായി പെരുമാറുന്നവർ, ഉമ്മയെ പ്രയാസപ്പെടുത്തുന്നവർ, ഉമ്മയെ മാനസികമായി പീഡിപ്പിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുത്തുന്നവർ, ഭാര്യയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ, ഭാര്യയോട് കൂടുതൽ ബന്ധം കാണിക്കുന്നവർ, ഉമ്മയെ തീരെ ഓർമ്മയില്ല, ഉമ്മയോട് തീരെ ബന്ധമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ശക്തമായ തീക്കാറ്റുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭൂകമ്പങ്ങളെ പ്രതീക്ഷിക്കണേ. അല്ലാഹു തആല കുരങ്ങന്മാരാക്കി, പന്നികളാക്കി മനുഷ്യനെ കോലം മാറ്റി മറിക്കുന്ന ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. ആകാശലോകങ്ങളിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് ചരൽക്കല്ലുകൾ കൊണ്ട് അല്ലാഹു നശിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലേക്കും ചരൽക്കല്ലുകൾ മഴയായി വർഷിപ്പിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തത്തെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന് ഭാര്യയല്ല വലുത്, വലുത് ഉമ്മയാണ്. ഉമ്മയോട് മോശമായിട്ട് പെരുമാറാം. ചങ്ങാതിമാരെ അടുപ്പിക്കുകയും ഉപ്പമാരെ അകറ്റുകയും ചെയ്യുന്നൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ചങ്ങാതിമാരെ അടുപ്പിക്കുക, ഉപ്പമാരെ അകറ്റുകയും ചെയ്യുന്നൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഉപ്പ പറഞ്ഞു ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന്. അപ്പോഴേക്കും മകന് പറയുന്നു, ഉപ്പ എനിക്ക് സമയമില്ല, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ജോലിയുടെ തിരക്കുണ്ട് എന്ന്. എന്നാൽ അതേ സമയം ഒരു ചങ്ങാതി വിളിക്കുകയാണ്, ഒന്ന് ടൗണിൽ പോയി വരാമെന്ന്. അപ്പോഴേക്കും അവൻ റെഡിയാണ്, അപ്പോഴേക്കും അവന് തയ്യാറാണ്, ഹോട്ടലിൽ പോകാൻ തയ്യാറാണവൻ. ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാം, ഒന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഏതെങ്കിലും കുൾബാറിൽ പോകാം എന്ന് പറയുമ്പോ അപ്പോഴേക്കും അവന് തയ്യാറാണ്. അതേസമയം അവന്റെ പിതാവ് വിളിച്ചിരുന്നു, ഒന്ന് അങ്ങാടിയിൽ പോയി വരാം, ഒന്ന് മത്സ്യം വാങ്ങാൻ, കരണ്ട് ബില്ല് കെട്ടാൻ,
ഹോസ്പിറ്റലിൽ പോകാൻ, മരുന്ന് വാങ്ങാൻ, അങ്ങനെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പിതാവ് വിളിച്ചപ്പോ തിരക്കുണ്ട് എന്ന് പറഞ്ഞവനാണ് ഒരു സുഹൃത്ത് വിളിക്കുമ്പോൾ ഓടിപ്പോകുന്നത്. ഇതാണ് ചങ്ങാതിമാരെ അടുപ്പിക്കുകയും ഉപ്പമാരെ അകറ്റുകയും ചെയ്യുന്നൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഉപ്പമാരോട് തീരെ ബന്ധമില്ല, അവരുമായി തീരെ സഹവാസമില്ല, അവരുടെ കൂടെ സമയം ചെലവഴിക്കാറില്ല. പിന്നെയുള്ളത് ചങ്ങാതിമാരാണ്. അവർക്കാണ് നമ്മുടെ ജീവിതം, സമയവും എല്ലാം നമ്മൾ ചെലവഴിക്കുന്നത്, നമ്മുടെ സമ്പാദ്യം ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ തീക്കാറ്റുകളെയും ഭൂകമ്പങ്ങളെയും അല്ലാഹു തആല കോലം മറിക്കലിനെയും ജീവനോടെ അല്ലാഹു വിഴുങ്ങിക്കളയുന്ന പ്രകൃതിയുടെ പ്രതിഭാസത്തെയും കാത്തിരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കല്യാണം കഴിയലോടുകൂടി നമ്മുടെ മാതാവിനെ, നമ്മുടെ പിതാവിനെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. പുരുഷന്മാരുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്കിത്. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാവല്ല, അവരുടെ പിതാവല്ല വലുത്, അവൾക്ക് വലുത് അവരുടെ ഭർത്താവാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ അവളുടെ വീട്ടുകാരെ കുറിച്ചല്ല അവലാതി പറയേണ്ടത്. ഭർത്താവിനോട് നിങ്ങൾ എന്റെ വീട്ടുകാരെ മെയിൻറ്റ് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ, എന്റെ ആങ്ങളമാരെ, എന്റെ കുടുംബക്കാരെ നിങ്ങൾ തീരെ മെയിൻറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന വർത്തമാനമല്ല പറയേണ്ടത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വലുത് നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ്. എന്നാൽ നിന്റെ ഉപ്പയെയും ഉമ്മയെയും മാറ്റി നിർത്തണമെന്നല്ല. നിന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് നിന്റെ ഭർത്താവിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നതാണ്. കാനത്ത് തുറുദി സൗജഹ, ഭർത്താവിനെ സന്തോഷിപ്പിച്ചു എന്ന കാരണത്താൽ അല്ലാഹു തആല മഹദിയായ ഉമ്മു സുലൈം എന്നവർക്ക് നബിതങ്ങളെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലെത്താനുള്ള അവസരം നൽകിയെന്ന് പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണെന്നുള്ള ബോധം നമ്മൾക്കുണ്ടാവണം. സ്വർഗത്തിലെത്തണോ, മാതാപിതാക്കളുടെ തൃപ്തി നിർബന്ധമാണ്. സ്വർഗത്തിലെത്തണോ, മാതാപിതാക്കളുടെ തൃപ്തി നിർബന്ധമാണ്. അവരുടെ തൃപ്തിയില്ലാതെ, അവരുടെ സമ്മതമില്ലാതെ ഒരിക്കലും ഒരാളും നാളെ സ്വർഗത്തിലെത്താൻ പോകുന്നില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. ഒന്നാമതായി അല്ലാഹു പറയുന്നത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. നോക്കൂ നിങ്ങളെ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോട് ചേർത്ത് പറയുകയാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിനെ കുറിച്ച്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ നിസ്കാരമല്ല വലുത്, നോമ്പല്ല വലുത്, സകാത്തല്ല വലുത്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാമത്തേത് തൗഹീദാണ്, ഒന്നാമത്തേത് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കലാണ്, ഒന്നാമത്തേത് ഷഹാദത്താണ്. എന്നാൽ അള്ളാഹുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങൾ അതിലൊന്നാമത്തേത് മാതാപിതാക്കളെ അനുസരിക്കലാണ്, മാതാപിതാക്കളോട് നന്മ ചെയ്യലാണ് എന്ന് മനസ്സിലാക്കണം. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ശ്രദ്ധിക്കുക. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ആരാധന, രണ്ടാമത്തേത് മാനേഴ്സ്. നമ്മൾക്ക് അങ്ങനെയാണല്ലോ, ഇബാദത്തുമുണ്ട്, മാനേഴ്സും ഉണ്ട്, പെരുമാറ്റം. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ഇത് രണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ആരാധന എന്ന് വെച്ചാൽ നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ ആരാധനകളാണ്. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടപാട് മാനേഴ്സിൽ പെട്ടതാണ്. കാണുമ്പോൾ സംസാരിക്കുന്നത്, കുടുംബ ബന്ധം പുലർത്തുന്നത്, മാതാപിതാക്കള്, ഭാര്യ, ഭർത്താവ്, മക്കള്, അധ്യാപകർ, ശിഷ്യന്മാര്, ഇങ്ങനെ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾക്ക് മാനേഴ്സിൽ ഉൾപ്പെടുത്താം. എന്നാൽ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആരാധിക്കാതെ അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കു ചേർത്തിട്ട് നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ പങ്കു ചേർത്തിട്ട്. അപ്പൊ ഒന്നാമത്തേത് അള്ളാഹുവല്ലാതെ ഒരു ഇലാഹില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ്. ഇനി നോക്ക്, നമ്മുടെ മുആമലാത്തുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ഇതുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ആരാധനയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്.
ശിർക്ക് ചെയ്യാതിരിക്കൽ എത്രത്തോളം അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ, ശിർക്ക് ചെയ്യൽ എത്രത്തോളം അപകടമാണോ, അതേപോലെ അപകടമാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. ശിർക്ക് ചെയ്യൽ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർക്കൽ എത്രത്തോളം അപകടമാണോ അതിനേക്കാളും അപകടമാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത്. അള്ളാഹു ഒരു പക്ഷേ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയേക്കാം. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ പങ്കുചേർത്ത ആളുകൾ, അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾ, അവർക്കൊരു പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഒരു പക്ഷേ എന്നല്ല, അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. എന്നാൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയ ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഏതുവരെ? മാതാപിതാക്കൾ അവരെ കുറിച്ച് നല്ലത് പറഞ്ഞാലല്ലാതെ, മാതാപിതാക്കൾ അവർക്ക് മാപ്പ് നൽകിയാലല്ലാതെ, മാതാപിതാക്കൾ അവർക്ക് പുറത്തു കൊടുത്താലല്ലാതെ അള്ളാഹു ഒരിക്കലും അവന് പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളല്ലേ, വഹ്ശി ശിർക്ക് ചെയ്ത ആളല്ലേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അലി തങ്ങളും അള്ളാഹുവിന്റെ ഹബീബുമല്ലാത്ത 1,00,000 ചില്ലാനം സ്വഹാബാക്കളിൽ 1,00,000 സ്വഹാബാക്കൾ മുമ്പ് ശിർക്ക് ചെയ്തവരാണ്. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തില്ലേ? അവർക്കൊക്കെ അള്ളാഹു മാപ്പ് നൽകിയില്ലേ? ഇനി അവർ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പാണ് ശിർക്ക് ചെയ്തത്, ശരി തന്നെ. എന്നാൽ മുസ്ലിമായതിനു ശേഷം ശിർക്ക് ചെയ്ത സ്വഹാബാക്കളുണ്ട്. മുസ്ലിമായതിന്റെ ശേഷം ഇസ്ലാമിൽ നിന്ന് മുർത്തദായി പോയ സ്വഹാബാക്കളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന് വഹി എഴുതിയിരുന്നൊരു സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് തോന്നിവാസം പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയപ്പോൾ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ. ആ ആയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യൻ, ആ സ്വഹാബി പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഒരു രക്തകഷ്ണമാക്കി, രക്തക്കട്ടയിൽ നിന്ന് ഒരു മാംസകഷ്ണമാക്കി, മാംസകഷ്ണത്തെ പിന്നെ ആ മാംസകഷ്ണത്തിന് അള്ളാഹു എല്ലുകൾക്ക് അള്ളാഹു മാംസങ്ങൾ കൊണ്ട് ആവരണം ചെയ്തു. അങ്ങനെ അള്ളാഹു മനുഷ്യന്റെ ഭ്രൂണത്തിലുള്ള പ്രവർത്തനത്തെ ഓരോന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ ആയത്തിറക്കിയപ്പോ സ്വാഭാവികമായിട്ട് ആരും പറയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഭയങ്കര സംഭവം തന്നെ. ഇത് അറബിയിൽ ഇങ്ങനെ അള്ളാഹു ഇറക്കി കൊടുക്കാൻ. അല്ലാഹു തആല ഇന്ദ്രിയത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റിയെന്ന്. രക്തക്കട്ടയെ അല്ലാഹു മുളുഗ, ചവച്ചരച്ച മാംസം പോലെയാക്കി. എന്നിങ്ങനെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ വഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ് എന്ന്. അപ്പോൾ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു ഉക്തുബ്, നീ പറഞ്ഞതുപോലെ എഴുത്. ഹാകദാ ഉൻസില, അല്ലാഹു ഇതേ വാക്കാണ് എനിക്ക് മറക്കി തന്നത്. മനസ്സിലായോ? വഹി എഴുതുന്ന സ്വഹാബി അയാളുടെ സ്വന്തം വാക്ക് പറഞ്ഞതാണ് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, പടച്ചോന്റെ സൃഷ്ടിപ്പ് ഭയങ്കര സംഭവം തന്നെ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയും. ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ഉക്തുബ്, നീ അതേപോലെ എഴുത്, അല്ലാഹു എനിക്ക് അതേപോലെ ആയത്തിറക്കി തന്നു. അപ്പൊ ഈ മനുഷ്യന് ഖൽബിൽ ചെറിയൊരു ഈഗോ ഉണ്ടായി. നിങ്ങൾക്ക് വഹി ഇറങ്ങുന്നുവെങ്കിൽ എനിക്കും വഹി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ആരാ നോക്കണം? നബി തങ്ങളുടെ സ്വഹാബി എന്നതിലപ്പുറം വഹി എഴുതുന്ന ഒരാളാണ്. വഹി എഴുതുന്ന വിശ്വസ്തരായ ആളുകളെ അല്ലാതെ വഹി എഴുതാൻ ഏൽപ്പിക്കൂല. അങ്ങനെ വഹി എഴുതുന്ന ഒരു സ്വഹാബിയാണ് നിങ്ങൾക്ക് വഹി ഇറങ്ങുന്നുവെങ്കിൽ എനിക്കും വഹി ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് മുർത്തദ്ദായി പോകുന്നത്. നബി തങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പനയിട്ടു. അയാൾ എവിടെ കണ്ടാലും കൊല്ലണം. നബി തങ്ങളുടെ ഇറങ്ങിപ്പോയി. എവിടെ കണ്ടാലും അദ്ദേഹത്തെ വധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷേ സ്വഹാബാക്കൾക്ക് വധിക്കാൻ കിട്ടിയില്ല. ഫത്ഹ് മക്ക, നബി തങ്ങൾ മക്ക കീഴടക്കി. ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ മുഖം മൂടിയിട്ടിട്ട് ഒരാള് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ? ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. 10,000 കണക്കിന് സ്വഹാബാക്കൾ ഇങ്ങനെ നബി തങ്ങളെ നോക്കി നിൽക്കാൻ.
നബി തങ്ങൾ സെന്ററിലുണ്ട്. ഇദ്ദേഹം വന്നിട്ട് രണ്ടാമതും ചോദിച്ചു, ഇന്നാലിന്ന വ്യക്തിക്ക് നബിയെ നിങ്ങൾ മാപ്പ് കൊടുക്കുമോ? നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന ഒരാൾക്ക് നിങ്ങൾ മാപ്പ് നൽകുമോ നബിയേ? അപ്പോഴാണ് നബി തങ്ങൾ മാപ്പ് കൊടുക്കും എന്ന് തലയാട്ടുന്നുണ്ട്. തലയാട്ടിയിട്ട് നബി തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നോട് 3 തവണ ചോദിച്ചപ്പോ ഞാൻ തലയാട്ടാതിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ചാടി വന്ന് ഇയാളുടെ തലവെട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ്. നോക്കണം, എവിടെ കണ്ടാലും വധിക്കണമെന്ന് പറഞ്ഞ ആളാണ്, ഖുർആനിനെ നിഷേധിച്ച ആളാണ്. ഞാൻ 3 തവണ മാപ്പ് ചോദിച്ചപ്പോഴും മാപ്പ് കൊടുക്കാതെ മിണ്ടാതിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ചാടി എണീറ്റ് ഇദ്ദേഹത്തെ തലവെട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാമായിരുന്നില്ലേ? കണ്ണിങ്ങനെ ഒന്ന് പാസ്സാക്കിയിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങൾ ചാടി വീഴൂലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, വമാ കാന ലിറസൂലിൻ അൻ യകൂന ലഹു ഖായിനത്തുൽ അയുൻ. ഒരു പ്രവാചകന്മാരും കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ പാടില്ല, കണ്ണിലൂടെ ചതിപ്രയോഗം കാണിക്കാൻ പാടില്ല. അത് വഞ്ചനയാണത്. 2-3 ആളുകൾ ഉണ്ടാകുമ്പോ കണ്ണുകൊണ്ട് സംസാരിക്കുന്നത്, നമ്മൾ 2-3 ആളുകൾ സംസാരിക്കുമ്പോ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ ഇങ്ങനെ പാസ്സാക്കുക, അത് തെറ്റാണ്, വഞ്ചനയാണ്, അത് ചതിയാണ്, പാടില്ല. ഒരു പ്രവാചകന്മാരും കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് കൂടെയുള്ള ആളുകളോട് വഞ്ചന കാണിക്കാൻ പാടില്ല. അങ്ങനെ ആ സ്വഹാബി മുസ്ലിമായി. ആ സ്വഹാബിയെ കുറിച്ച് മോശമായിട്ടൊന്നും ചിന്തിക്കരുത്. ഞാൻ ഒരു കാലയളവ്, ഒരു നീണ്ട കാലയളവ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ജീവിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം വഫാത്താകുന്നത് എങ്ങനെയെന്നറിയോ? അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണമല്ലോ, എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലം കഴിഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കാലം കഴിഞ്ഞു, മഹാനായ അലി തങ്ങളുടെ കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. എന്താണ് അദ്ദേഹം ദുആ ചെയ്തത്? അല്ലാഹുവേ, എന്റെ അവസാനത്തെ പ്രവർത്തനം സുബ്ഹി നിസ്കാരമാക്കണേ അല്ലാ. അങ്ങനെ ഒരു ദിവസം സുബ്ഹിക്ക് 1 റക്അത്ത് നിസ്കാരം കഴിഞ്ഞു, 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞു, അത്തഹിയ്യാത്ത് കഴിഞ്ഞു, 1-ാമത്തെ സലാം വീട്ടി, 2-ാമത്തെ സലാമിന് മുമ്പ് ആ അത്തഹിയ്യാത്തിൽ വെച്ച് മരിച്ചുപോയ ആളാണ് ഈ സ്വഹാബി. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്താൽ വരെ അള്ളാഹു മാപ്പ് നൽകുമെന്നാണ്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ. എന്നാൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ഒരാൾക്ക് അള്ളാഹു മാപ്പ് നൽകുമെന്ന് വിചാരിക്കരുത്. ഏതുവരെ? മാതാവിന്റെ പൊരുത്തമില്ലാതെ, പിതാവിന്റെ പൊരുത്തമില്ലാതെ ഒരിക്കലും അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഒരാളുടെയും കണ്ണീര് കുടിക്കരുത്. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീര് കുടിക്കരുത്. നമ്മൾ കാരണത്താൽ നമ്മുടെ മാതാവിന്റെ, പിതാവിന്റെ ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് ഇറ്റ് വീണാൽ ആ കണ്ണുനീർ തുള്ളി മതി ഈ ലോകം മുഴുവനും കത്തിച്ചാമ്പലാവാനുള്ള ശാപം നമ്മൾ അനുഭവിക്കാൻ. മാതാപിതാക്കൾക്ക് വിഷമമുള്ള കാര്യം ചെയ്ത് അവർ പറയുന്നത് കേൾക്കാതെ, അവർ പറയുന്നത് അനുസരിക്കാതെ, അവരോട് ധിക്കാര മനോഭാവത്തോടെ പെരുമാറുന്ന ചെറുപ്പക്കാരെ, അവരോടൊരു കണ്ണുനീർ തുള്ളി മതി നമ്മുടെ ഭാവി ജീവിതം വഴിയിൽ മുടങ്ങാൻ വേണ്ടി, നമ്മുടെ പുരോഗതികൾ തടസ്സമായി നിൽക്കാൻ വേണ്ടി. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ സഹായമില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല അവരെ ആദരിക്കാനും അവരോട് മാന്യമായി പെരുമാറാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഖുർആനിൽ എന്താ അല്ലാഹു പറയുന്നത്? വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ. നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അതിനോട് ചേർത്ത് പറയുകയാണ്, അതിനോട് അല്ലാഹു ചേർത്ത് പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാ പറയുന്നത്. നന്മ, മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറരുത് എന്നല്ല, മോശമായി പെരുമാറരുത് എന്നല്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം, അവരെ വിഷമിപ്പിക്കരുത് എന്നല്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ.
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് 60 വയസ്സിന്റെ മുകളിലുള്ള ഉമ്മയെയോ ഉപ്പയെയോ ലഭിക്കുകയാണെങ്കിൽ, വയസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴാ തുടങ്ങാം? ഒരാളെ വയസ്സൻ എന്നെപ്പോഴാ വിളിക്കുക? താടിമുടി നിരച്ചത് കൊണ്ട് വയസ്സെന്ന് വിളിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ എന്നൊക്കെ വയസ്സെന്ന് വിളിക്കേണ്ട സമയമായി. താടിമുടി ഒന്നും നിരക്കാൻ ബാക്കിയില്ലേ? താടിമുടി നിരക്കലല്ല വയസ്സന്റെ അടയാളം. വയസ്സൻ എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകളെയാണ്. 60 കഴിഞ്ഞ പിന്നെ വയസ്സനാണ്. അയാളുടെ താടിമുടി കറുത്തിട്ടാണെങ്കിലും അയാൾ വയസ്സൻ തന്നെയാണ്, അല്ലെ? അയാളുടെ താടിമുടി കറുത്താലും അയാൾ വയസ്സൻ തന്നെയാണ്. ഇനി ആർട്ടിഫിഷ്യലി കറുത്താലും നാച്ചുറലി കറുത്താലും അത് വയസ്സൻ തന്നെയാണ്. 60 കഴിഞ്ഞ പിന്നെ വയസ്സനായി എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം. നമ്മളിങ്ങനെ കണ്ണാടൊക്കെ നോക്കും, മാഷാ അല്ലാഹ്, അല്ല മമ്മൂട്ടിനെ പോലെ ഉണ്ടല്ലോ നമുക്ക് തോന്നും. എന്നാലും 60 കഴിഞ്ഞാൽ ഞാൻ വയസ്സനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനി മമ്മൂട്ടി ആണെങ്കിലും 60 കഴിഞ്ഞാൽ മൂപ്പരും വയസ്സൻ തന്നെ. കാണുമ്പോൾ എത്ര മുഞ്ചുണ്ടെങ്കിലും വയസ്സൻ തന്നെ. അപ്പൊ ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ ഉമ്മയെയോ 60 വയസ്സ് കഴിഞ്ഞ ഉപ്പയെയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ അവരോട് നിങ്ങൾ ഛേ എന്ന പദം പറയരുത്, അവരുടെ മുഖം നോക്കി ഛേ എന്ന് പറയരുത് എന്നല്ല ഈ ആയത്തിന്റെ അർത്ഥം. ഉമ്മയും ഉപ്പയും ഉണ്ടാകുമ്പോ ഛേ അങ്ങനെ പറയരുതെന്നല്ല. അവരൊരു കാര്യം പറഞ്ഞാൽ മുഖം തിരിച്ച് കളയാൻ പാടില്ല. ഉമ്മ പറഞ്ഞു മകളോട് ടി വി ഓഫ് ആക്കിയിട്ട് വാടി എന്ന് പറഞ്ഞു. എടി ടി വി ഓഫ് ആക്കിയിട്ട് വേഗം വാ എന്ന് പറയുമ്പോ മുഖം ചോദിച്ചു, ഒരു പണ്ടരം പിടിച്ചു. ഉമ്മന്റെ മുമ്പിൽ നല്ലൊരു പണ്ടരം പിടിച്ചു, ടി വി നോക്കാനും വിടൂല. അതാണ് ചേ എന്ന് പറയുന്നത്. ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് ചേന്ന് പറയണമെന്നില്ല. നിങ്ങൾ റൂമിൽ ഇരുന്നിട്ട് ചേന്ന് പറഞ്ഞാലും മതി. 24 മണിക്കൂർ മൊബൈൽ തന്നെയല്ലേ. അപ്പൊ ദേഷ്യം വന്നിട്ട് നിങ്ങളൊക്കെ എപ്പോ നോക്കിയാലും നിങ്ങൾ കലമ്പൽ തന്നെ, നിങ്ങൾക്ക് ഒരു മാന്യായിട്ടൊരു വർത്താനം പറഞ്ഞുകൂടെ എന്ന് വെച്ച് മൊബൈലൊക്കെ വലിച്ചെറിയും ചില പെണ്ണുങ്ങൾ. കുട്ടികൾ വീടടിച്ചു വാരാൻ വിളിച്ചു, പാചകം ചെയ്യാൻ വിളിച്ചു, എന്തെങ്കിലും വെറുതെ കിടന്നുറങ്ങുമ്പോ എപ്പോ നോക്കിയാലും ഉറക്കന്നല്ലേ. ഇങ്ങെന്താണ് ഉമ്മ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പോലും പറയാൻ പാടില്ല. ഈ ചേ എന്താ ഈ ചേ എന്ന് പറഞ്ഞാല്? ഉമ്മാന്റെ മുഖത്ത് നോക്കി ചേ എന്ന് പറഞ്ഞാലേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ പറയാനാണോ? അല്ല. ഈ ചേ എന്നത് കൊണ്ട് ഉദ്ദേശം ഒന്ന് മുഖം ചൊളിക്കാൻ പോലും പാടില്ല. അവര് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവരോടൊരു വെറുപ്പ് തോന്നാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു പറയുന്നുണ്ട്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഒന്നുകിൽ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യകാലത്ത് പരിപാലിക്കാനും നന്മ ചെയ്യാനും അവരെ ശുശ്രൂഷിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾക്ക് ഒരു പുച്ഛമായ മനോഭാവം ഉണ്ടാവരുത്. അവരൊരു പക്ഷേ ബെഡിൽ മൂത്രമൊഴിച്ചേക്കാം, അവരൊരു പക്ഷേ നല്ല വസ്ത്രം ധരിക്കാതെ നിങ്ങളുടെ ഗസ്റ്റിന്റെ മുന്നിലേക്ക് കടന്നു വന്നേക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വീടൊക്കെ വൃത്തികേടാക്കി അവർ നടന്നേക്കാം. എന്നാലും നിങ്ങളുടെ ഖൽബിൽ അവരോട് ഒരു വെറുപ്പിന്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്, അവരെ നിങ്ങൾ വെറുപ്പിക്കരുത്. അവർക്ക് മാനസികമായി പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറിലാ പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ആയത്തിന്റെ കീഴിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്. ലാ തൻഫളു സൗബക അമാമഹുമാ ഫയുസീബഹൽ ഗുബാറു. നിങ്ങളെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മടക്കുമ്പോൾ, നിങ്ങളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ബ്ലാങ്കറ്റ് പോലും നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ബ്ലാങ്കറ്റ് പോലും കുടയാൻ പാടില്ല. നിങ്ങളുടെ ചുരിദാറ്, നിങ്ങളുടെ കുപ്പായം, നിങ്ങളുടെ തോർത്തുമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയാൻ പോലും പാടില്ല. ആരാ പറയുന്നത്? ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങള്, ഏറ്റവും വലിയ മുഫസ്സിറാണ്,
ഏറ്റവും വലിയ വ്യാഖ്യാതാവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് തങ്ങളാണ് പറയുന്നത്, വഖളാ റബ്ബുക ബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നുള്ള ആയത്തിന്റെ താഴെ പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രം പോലും അവരുടെ മുന്നിൽ വെച്ച് കുടയാൻ പാടില്ല, ബ്ലാങ്കറ്റ് കുടയാൻ പാടില്ല, പാത്രം കുടയാൻ പാടില്ല. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി, ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലുണ്ടാകുന്ന വെള്ളമൊക്കെ തെറിച്ചു വീഴാൻ വേണ്ടി നിങ്ങളുടെ മാതാവോ പിതാവോ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് കുടയാൻ പാടില്ല. കാരണം ആ വസ്ത്രത്തിലുള്ള പൊടിപടലങ്ങൾ പോലും ഉമ്മയുടെ ശരീരത്തിലേക്ക് ഏൽക്കാൻ പാടില്ല. അത്രത്തോളം ഗൗരവത്തോടെ, അത്രത്തോളം സൂക്ഷ്മതയോടെയാണ് മാതാപിതാക്കളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞാനല്ല പറയുന്നത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഒരു രീതിയിലാണോ മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഈ ഒരു രീതിയിലാണോ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്? പിന്നെ പറഞ്ഞു, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാതാപിതാക്കളോട് നല്ല വാക്കേ പറയാൻ പാടുള്ളൂ, മോശമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, വെറുപ്പിന്റെ വാക്കുകൾ പറയാൻ പാടില്ല, ദേഷ്യം പിടിച്ച് വർത്തമാനം പറയാൻ പാടില്ല, ദേഷ്യത്തോടവരോട് ഒരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല. അതിന്റെ വിശദീകരണത്തിൽ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മാതാവിനോട്, ഒരു പിതാവിനോട് മക്കൾ എങ്ങനെയാണോ പെരുമാറേണ്ടത്, ഖൗലിൽ അബ്ദിൽ മുദ്നിബി ലിസ്സയ്യിദിൽ ഫളി, ക്രൂരനായ അക്രമിയായ ഒരു യജമാനന്റെ മുന്നിൽ തെറ്റുകാരനായ ഒരു അടിമ എങ്ങനെയാണോ നിൽക്കുന്നത്, അതേപോലെയാണ് മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിൽക്കേണ്ടത് എന്ന് ഞാനല്ല, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്നത്തെ അടിമ സമ്പ്രദായമൊക്കെ നമ്മൾക്കറിയാലോ. യജമാനന് അടിമയെ എന്തും ചെയ്യാം, കൊന്നാൽ വരെ കേസില്ല. അതാണ് ഈ അടിമ സമ്പ്രദായം എന്ന് പറയുന്നത്. യജമാനന് അടിമയെ കൊന്നാൽ വരെ കേസില്ല. തിന്നാൻ കൊടുക്കണമെന്നില്ല, ഭക്ഷണം കൊടുക്കണമെന്നില്ല, ശമ്പളം കൊടുക്കണമെന്നില്ല, രാവിലെ മുതൽ 24 മണിക്കൂർ ജോലി ചെയ്താലും അത് എന്റെ അവകാശമാണ് എന്നൊരു ചിന്തയായിരുന്നു യജമാനന്മാർക്ക്. അതാണ് ഈ അടിമ സമ്പ്രദായം. ആ അടിമ, ക്രൂരനായ അടിമ, ബക്കറ്റ് വരും, വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക. ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റ് നമ്മൾക്കൊരു അർശിന്റെ തണൽ കിട്ടാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക എല്ലാവരും. നമ്മളൊക്കെ ദൗർഭാഗ്യവശാല് അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. ബക്കറ്റ് വരുമ്പോൾ 10ഉം 20ആണ് നമ്മളെല്ലാവരും ഇടുക. അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടായി 1000ഉം 500ഒക്കെ ബക്കറ്റിൽ എപ്പോഴും ഇടുക. കാരണം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ കൊടുക്കാൻ പറ്റിയ ഏക അവസരമാണ് ബക്കറ്റ്. ഞാൻ ഇതെല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഇതെനിക്ക് സംഘാടകർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണൽ കിട്ടാനുള്ളൊരു അവസരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താം, അല്ലെ? ഒരാൾ വലതു കൈ കൊണ്ട് സ്വതക കൊടുത്തു, അത് ഇടത് കൈ അറിഞ്ഞില്ല എങ്കിൽ അള്ളാഹു അർശിന്റെ തണല് തരുന്ന. അത് 10ഉം 20ഉം കൊടുത്താൽ കിട്ടൂല. ആർക്കും വേണ്ടാത്ത 10ഉം 20ഉം ചുരുട്ടിട്ട് ബക്കറ്റിലിട്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, എനിക്ക് അർശിന്റെ തണല് വേണമെന്ന് പറഞ്ഞാൽ അർശിന്റെ തണൽ കിട്ടൂല. ഒരു കാറ്റാടിയുടെ തണല് പോലും കിട്ടൂല. അത് മനസ്സിലാക്കാം. 10ഉം 20ഉം കൊടുത്താൽ ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഓരോ മനുഷ്യനും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അപ്പോഴാണ് അല്ലാഹു അർശിന്റെ തണല് തരുന്നത്. നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, മക്കാമിന്റെ ഭണ്ഡാരപ്പെട്ടി. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പോയാൽ ഒരു 1000 രൂപ ആരും കാണാതെ ആർക്കെങ്കിലും അറിയോ നിങ്ങൾ എത്ര ഇട്ടു? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമുക്ക് ഇതുപോലെ സ്വതക്ക ചെയ്യാൻ വേറെ അവസരം എവിടെയുള്ളത്? ഇപ്പൊ പള്ളി നിർമ്മിക്കുമ്പോൾ നിങ്ങൾ സഹായിച്ചു, കമ്മിറ്റിക്കാരറിയും, എന്നാലും ആജിക്ക 10,000 തന്നു, 1 ലക്ഷം തന്നു, നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഒരു പാവപ്പെട്ട വീട്ടുകാർ കൊടുത്തു, വീട്ടുകാരറിയൂലേ ഇയാള് തന്നിട്ടുണ്ട്? അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന വേറെ സ്വതക്ക എവിടെയുള്ളത്? വേറെ സ്വതക്ക കൊടുക്കാൻ ഓപ്ഷൻ എവിടെയുള്ളത്? ബാങ്കിൽ ഇട്ട് കൊടുത്താലോ വീട്ടുകാരറിയും, ഇന്നാലിന്ന് വീട്ടുകാരാണ്, ഇന്നാലിന്ന് മനുഷ്യനായിട്ടെന്ന് ബാങ്ക് അക്കൗണ്ടിൽ പേരുണ്ടാവില്ലേ? മെസ്സേജ് വരുമ്പോ ഇന്നാലിന്ന് മുഹമ്മദാണ് ട്രാൻസ്ഫർ ചെയ്തത് 1000 രൂപ. നമുക്ക് എവിടെ ഓപ്ഷൻ ഉണ്ട്? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്യണം എന്നാ പറഞ്ഞത്. നിങ്ങൾ എപ്പോ മക്ബറയിലേക്ക് പോയാലും 1000 രൂപ മക്ബറയിൽ ഇടുന്നു, ആരും അറിയില്ല ആരിട്ടു. കമ്മിറ്റിക്കാർ എണ്ണുമ്പോൾ ആരാണ് ഈ 1000 ഇട്ടത്, ആരാണ് 10,000 ഇട്ടെന്ന് കമ്മിറ്റിക്കാർക്ക് അറിയില്ല. അങ്ങനെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരു 100 വട്ടമെങ്കിലും ആ മക്കാമിൽ പോയിട്ട് ഒരു 1000 രൂപ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപ ആയോ? 1 ലക്ഷം രൂപ ആയോ? 100 വട്ടം 1000 രൂപ ഇട്ടാല് 1 ലക്ഷം രൂപ ആയില്ലേ? അപ്പൊ നിങ്ങൾ അള്ളാഹു മാത്രം അറിയുന്ന 1 ലക്ഷം രൂപ നിങ്ങൾ സ്വതം കൊടുത്തിട്ടുണ്ട്.
വേറെ ആരും അറിയില്ല. അള്ളാഹു നിങ്ങളും മാത്രം അറിയുന്ന 1,00,000 രൂപ സ്വതക്ക നിങ്ങൾ ഭണ്ഡാരപ്പെട്ടിയിലിട്ടിട്ടുണ്ട്. അത് നല്ലൊരു സ്വതക്കല്ലേ? 1,00,000 എന്ന് പറയുന്നത് ചില്ലറയാണോ? നല്ല സ്വതക്കയല്ലേ? ഒരു വാല്യബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ലേ? ഇത് മതി നാളെ അർശിന്റെ തണൽ കിട്ടാൻ. അതുകൊണ്ട് ഇതുപോലെയുള്ള സ്വതക്കുകൾ ഒരുപാട് ചെയ്യാം. ബക്കറ്റ്, കവറ്, ഭണ്ഡാരപ്പെട്ടി, ഈ ഒരു അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അവിടെ 10ഉം 20ഉം കൊടുക്കരുത്. ഒരു കാരണവശാലും അവിടെ 10ഉം 20 ഇട്ടിട്ട് അതിനെ നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു നമ്മൾക്ക് ഇപ്പൊ ഇന്ന് ബക്കറ്റ് പോയിട്ടുണ്ടാവും. എന്തായാലും നാളത്തെ കാര്യം, ഇനി വരാനുള്ള കാര്യമൊക്കെ ഞാൻ പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? മക്കളില്ലാത്ത ആളുകളുണ്ടാവും. എന്താ ചെയ്യേണ്ടത്? അവിടെ മക്കാമിൽ പോയി ഒരു 10,000 രൂപ ചുരുട്ടി ആ ബക്കറ്റിലിടും. ആരും അറിയണ്ട. നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ സദസ്സിൽ വെച്ച് പടച്ചോനോട് ദ്വാരക്ക്, പടച്ചോൻ എനിക്ക് മക്കളെ തരണം. ഈ സ്വതക്ക ഞാനും നീയുമല്ലാതെ വേറൊരാളും അറിയില്ല. സ്വീകരിക്കുന്നു 100% ഉറപ്പാണ്. ഈ പള്ളിക്ക് നിങ്ങൾ 1,00,000 കൊടുത്തു സ്റ്റേജിൽ നിന്ന്, സ്വീകരിക്കുന്നു 1% പോലും ഉറപ്പില്ല. സ്വീകരിക്കുമെന്ന് 1% പോലും ഉറപ്പില്ല. കാരണം എന്തേ? നമ്മുടെ മനസ്സിന്റെ ചെറിയൊരു നീയത്ത് മാറിയാൽ ആ സ്വതക്ക കൊടുത്തതിന് കൂലി കിട്ടുന്നതിന് പകരം അള്ളാഹു ശിക്ഷയായിരിക്കും തരാം. ചെറിയൊരു നീയത്ത് മാറിപ്പോയാൽ മതി. കാരണം കുറെ ആളുകൾ കണ്ടതാണ്. പക്ഷെ നേരെ മറിച്ച് വക്കാമുകളില് ബക്കറ്റുകളൊക്കെ ആരും കാണൂല, നമ്മളും അള്ളാഹു അല്ലാതെ. അപ്പൊ നമ്മൾ അവിടെ 10,000 രൂപ ഇട്ടു. ആരും കണ്ടോ? ഇല്ല. അള്ളാഹു ഞാനും മാത്രം അറിഞ്ഞ സ്വതക്കയാണ്. എന്നിട്ട് അവിടെ വെച്ചത് ആർക്ക്? പഠിച്ചോ, എനിക്ക് നീ കുട്ടിയെ തരണം. അള്ളാഹുവേ, എനിക്ക് നീ കുട്ടിയെ തരണം. അള്ളാഹ് തരും, അള്ളാഹ് തരും. നിങ്ങൾ നോക്കിക്കോളൂ, അള്ളാഹ് തരും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പായി ഇതുപോലെയുള്ള ഒരുപാട് സ്വതക്കകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടാം. ആരും കാണാത്ത, അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന ഒരുപാട് മൂല്യമുള്ള വാല്യബിളായ സ്വതക്കകൾ ഒരുമിച്ച് കൂട്ടുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ മാന്യമായ രീതിയിലാണ് സംസാരിക്കേണ്ടത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എങ്ങനെയാണോ ഒരു അക്രമിയായ യജമാനന്റെ മുന്നിൽ തെറ്റുകാരനായ അടിമ നിൽക്കുന്നത്, അതുപോലെയാണ് മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അല്ലെ, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ നമ്മളിങ്ങനെ മടക്കി കുത്തി നിൽക്കുവോ? പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചു, എന്തിന്? നിങ്ങൾക്ക് എന്തോ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന്റെ പേരിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും 2 പേര് അടിപിടി കൂടി ഉണ്ടായ കേസിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, നിങ്ങൾ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. നിങ്ങളെ രക്ഷപ്പെടുത്താൻ 2-3 രാഷ്ട്രീയ നേതാക്കന്മാർ അപ്പുറപ്പുറം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിക്കൂലേ? അല്ല സാറേ, ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൈകൂപ്പി പേടിച്ചിക്കൂലേ? എങ്ങനെയാണ് ഒരു തെറ്റുകാരനായ ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിൽക്കുക? അതുപോലെ മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിൽക്കണമെന്ന്, അതുപോലെ നിൽക്കണമെന്നാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, അവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. അവർക്ക് നിങ്ങൾ അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. 5 നേരം നിസ്കരിച്ച് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ആരെങ്കിലും നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോയാൽ അവരുടെ നിസ്കാരം പരിപൂർണമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. ഒരാളെ നിസ്കരിച്ചു, ഉസ്താദുമാരുടെ മഅ്മൂമായി നിസ്കരിച്ചു. ഉസ്താദ് ദുആ ചെയ്യാൻ മറന്നു. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നിങ്ങൾ ദുആർക്കാൻ മറന്നു. നിസ്കാരം പരിപൂർണമല്ല എന്നാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിസ്കാരം പരിപൂർണമല്ല. നിസ്കാരം സ്വഹീഹാണോ? സ്വഹീഹാണ്, പക്ഷെ പരിപൂർണമല്ല. അതുകൊണ്ട് 5 നേരം നമ്മൾ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്താൽ, അത് കഴിഞ്ഞ് സലാം വീട്ടുമ്പോ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കാതെ, നമ്മുടെ ഉമ്മയെ ഓർക്കാതെ, നമ്മുടെ പിതാവിനെ ഓർക്കാതെ എണീറ്റു പോകുന്നവന്റെ നിസ്കാരം പോലും പരിപൂർണമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം ചെയ്യണേ അല്ലാഹ്. ഇത് ദുആ ചെയ്യുന്ന ആളുകൾക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാകും. ഇത് ദുആ ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഭീമമായ ലാഭം ഉണ്ടാവും. ചെറിയ ലാഭം തന്നെ, വലിയ ലാഭം ഉണ്ടാവും. ചെറുപ്പം മുതലേ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണിത്. എന്തുകൊണ്ടാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ,
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ഉപ്പാന്റെ വയസ്സ് 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 90 കഴിഞ്ഞു. എന്റെ ഉപ്പാടോ നീ കാരുണ്യം ചെയ്യണേ അല്ലാ. എന്റെ ഉപ്പയോട് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു മാരകമായ അസുഖങ്ങൾ നൽകൂല. കാരുണ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പമാരെ വേദനിപ്പിക്കരുത്, അവർക്ക് അസുഖങ്ങൾ നൽകരുത്, അവരെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തരുത്, ശാരീരികമായി പ്രയാസപ്പെടുത്തരുത്, മാനസികമായി പ്രയാസപ്പെടുത്തരുത്. അവരുടെ വാർദ്ധക്യകാലത്ത് വലിയ രോഗങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കണം. മരിക്കാനുള്ള പ്രായമായാൽ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണം. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. അത് മക്കൾക്ക് ലാഭമല്ലേ?